ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഷീപ്പിനെയും പശുവിനെയും പിന്നെ നമ്മുടെ കോഴീനെയൊക്കെ ഇടാൻ വേണ്ടി നമ്മളിന്നൊരു ഫാം ഉണ്ടാക്കാൻ പോവാണ് ഗൈസ്. അപ്പോൾ അതിനുവേണ്ടി ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ തടി വെച്ച് നമ്മൾ പണിയണം. ആദ്യം ഞാൻ ഈ ഫെൻസ് വെച്ചിട്ട് പണിഞ്ഞു. അപ്പോൾ ഭയങ്കര ചെറുതായിപ്പോയി. പിന്നെ നമ്മുടെ വീടിനൊക്കെ ഒരേ കളറായതുകൊണ്ട് രസമില്ല. അപ്പോൾ ഞാൻ പിന്നെ ഈ തടി വെച്ചിട്ടാണ് ചെയ്തത് ഗൈസ്. ഈ രീതി ഞാൻ ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ചീടിൻ്റെ സൗണ്ട് ഉണ്ടെങ്കിൽ ഇഗ്നോർ ചെയ്യുക ഗൈസ്. എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതിൻ്റെ വാപ്പ് കെട്ടി വെക്കാൻ നമുക്ക് പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ചീടിൻ്റെ സൗണ്ട് ഉണ്ടെങ്കിൽ ഇഗ്നോർ ചെയ്യുക. സോറി ഫോർ ദ ഡിസ്റ്റർബ്. അപ്പോൾ ഈ രീതി മൊത്തം പൊട്ടിച്ചിട്ട് നമ്മൾ തടി വെച്ചിട്ട് ഇങ്ങനെ പണിയാണ് ഗൈസ്. അപ്പോൾ വെറുതെ വീടിൻ്റെ സൈഡിൽ ആ ഒരു സ്ഥലം ഒത്തിരി ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പണിഞ്ഞത്. അത് നമ്മൾ ഈ കോബിൾ സ്റ്റോണിൻ്റെ സ്ലാബ് വെച്ചിട്ട് മണ്ട ഫുൾ അടയ്ക്കുന്നുണ്ട്. ഇത് ഫസ്റ്റ് ഞാൻ ചെയ്തു, പക്ഷെ ലാസ്റ്റാണ് എനിക്ക് പണി കിട്ടിയത്. ഞാൻ നമ്മുടെ വൂള് വെച്ചിട്ട് നമുക്ക് ഫെൻസിൻ്റെ മണ്ടയിൽ കൂടെ കയറാൻ പറ്റുമല്ലോ, അങ്ങനെ കയറാൻ നോക്കി. പക്ഷെ പറ്റിയില്ല, തല ഇടിക്കുന്നുണ്ട്, അതുകൊണ്ട് കയറാൻ പറ്റത്തില്ലായിരുന്നു. പിന്നെ ഞാനത് ആ കയറുന്ന അവിടെ മാത്രം പൊട്ടിച്ചു. പക്ഷെ എന്നിട്ടും നമ്മുടെ മേൽക്കൂര കാരണം കയറാൻ പറ്റത്തില്ല. കാരണം ഞാൻ കുറച്ച് ചെറുതായിട്ടാണ് ഉണ്ടാക്കിയത്. നമ്മുടെ വീടിനെയൊക്കെ കുറച്ച് ഹൈറ്റ് കുറവായിരിക്കട്ടെ എന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ ഈ രീതിയിൽ ഞാൻ ഫുൾ ചെയ്തെടുത്തു. പിന്നെ ഇനി നമുക്ക് മേൽക്കൂര അയക്കണം. അത് നമ്മുടെ എൻ്റെ പേരെന്താ, ആ മരത്തിൻ്റെ ബ്ലൂസോ അങ്ങനത്തെ ഏതോ മരത്തിൻ്റെ മറ്റേ ക്രിസ്മസ് ട്രീ പോലത്തെ മരം ഉണ്ടല്ലോ, ആ മരത്തിൻ്റെ ആ ഒരു വുഡ് വെച്ചിട്ടുണ്ടാക്കിയ നമ്മുടെ സ്റ്റെയർസാണിത്. അപ്പോൾ ഈ സ്റ്റെയർസ് വെച്ചിട്ട് നമ്മൾ മേൽക്കൂര സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ഇതേപോലെ ഞാൻ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിനി ഇത് മൊത്തം അടച്ചിട്ട് നമുക്കിനകത്ത് ഞാൻ വിചാരിക്കുന്നത് കോഴീനെയും പശുവിനെയും ആടിനെയും ഇടാമെന്നാണ്. അപ്പോൾ ഈ രീതി നമ്മൾ ഫെൻസ് വെച്ചിട്ട് നമ്മൾ ചെയ്യുവാണ്. ഓക്കെ, അപ്പോൾ നമ്മളിതാ ഫുള്ള് സെറ്റാക്കി. എന്നിട്ട് 2 ആടിനെ ഞാൻ നമ്മുടെ ഫ്രണ്ടിൽ നിന്ന് തന്നെ നിൽപ്പുണ്ടായിരുന്നു ഇതുവരെ. അപ്പോൾ അത് ഞാൻ അങ്ങ് കൂട്ടിയിട്ടു. പിന്നെ നമുക്ക് ദൂരെ ഒരു പശുവുണ്ട്. ആ പശുവിനെ നമുക്ക് പിടിച്ചുകൊണ്ട് വരാം. ഞാനാണെങ്കിൽ കാട് ഫുള്ള് തപ്പി ഗൈസ്, പക്ഷെ എനിക്ക് നമ്മുടെ പശുവിനെ കിട്ടിയില്ല. പിന്നെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ അവിടെ നിന്ന് ഒരു പശുവിനെ കൂടെ കൊണ്ടുവന്നിട്ടാണ് ഉള്ളിലിട്ടത്. അപ്പോൾ ആദ്യം ഇതിനെ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ ഒരു കോഴീനെയും പിന്നെ ഒരു പശുവിനെയും തപ്പി ഒരുപാട് നേരം നോക്കി. ലാസ്റ്റ് ഇതിനെയും കിട്ടിയപ്പോൾ അതിനെ ഞാൻ അതിന് നമ്മളിതുപോലെ വീട്ടിൽ കൊടുത്ത് ഫീഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ആടിനെയും നമ്മൾ ഫീഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഈപ്പിയും കിട്ടും, ഒരു ബേബീനെയും കിട്ടും. അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ അതെല്ലാം ചെയ്തിട്ട് പിന്നെ നമ്മുടെ കോഴിയെന്ന് പറയുമ്പോൾ ഒരു കോഴി കിട്ടിയിട്ടുള്ളൂ. ഞാൻ ഇവിടെ ഫുൾ അരിച്ച് പറക്കി. പക്ഷേ എനിക്കൊരു കോഴീനെ മാത്രമേ കിട്ടുള്ളൂ. പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ഞാൻ പിടിച്ചിട്ടോളാം. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കും. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ വീണ്ടും കാണാം. ബൈ.